വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഗുഡ് മോർണിംഗ്. അപ്പോൾ 4 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 മണിയായപ്പോൾ എണീറ്റ് ഇടയത്താഴ സമയമല്ലേ. അപ്പം പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് വന്നത് ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറും മീൻകറിയും മീൻ വറുത്തതും അച്ചാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ റൈഹാന് മീൻ വറുത്തതുണ്ടെങ്കിലേ ഇടയത്താഴത്തിന് ഫുഡ് ഇറങ്ങത്തുള്ളൂ. അപ്പം ഒരു മീനൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വേണ്ട കുറച്ച് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇടയത്താഴത്തിന് ഇച്ചിരി ചോറ് വേണം കേട്ടോ. അതുകൊണ്ട് ഞാനും വേണ്ട ചോറ് കഴിക്കുന്നുണ്ട്. നമ്മുടെ റയാനും ചോറ് കൊടുത്തു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണ്ട ഞാൻ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. താഴത്തിന് എണീറ്റപ്പോൾ തന്നെ നമ്മുടെ പാത്രം എല്ലാം കഴുകിയൊക്കെ ഞാൻ വെച്ചു. അങ്ങനെ പാത്രമൊക്കെ കഴുകി വർക്ക് ഏരിയയിൽ വെച്ചിട്ട് ഞാൻ നമ്മുടെ അടുക്കളക്കഥയൊക്കെ കുറ്റിയിട്ടു കേട്ടോ. അപ്പം പിന്നെ എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് എണീറ്റ് ഇതേ രാവിലെ തലേ ദിവസത്തെ ഇറച്ചിക്കറി ഇരിപ്പുണ്ട്. അതും ചൂടാക്കി അരക്കുറ്റി പുട്ടും പുഴുങ്ങി നമ്മുടെ റിച്ചുവിന് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടോ. അപ്പം നോമ്പ് നമ്മുടെ റിച്ചുവിന് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ അവനിക്ക് അന്നേരം ബ്രേക്കിന് എന്തെങ്കിലും കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ ഇച്ചിരി പുട്ടും തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ അതും ചൂടാക്കി ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് ബാഗിലൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ റിച്ചുവിനെ സ്കൂളിൽ പറഞ്ഞു വിടാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ റൈഹാനെ ഞാൻ നമ്മുടെ റിച്ചുവിനെ ഒരുക്കിയതിനൊക്കെ ശേഷമാണ് വിളിച്ചുണർത്തിയത്. അപ്പോൾ റിച്ചുവിന് റിച്ചുവിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമല്ലോ. റൈഹാന് നോമ്പായതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ കഴിക്കണ്ടല്ലോ. അന്നേരം കുറച്ച് താമസിച്ച് എണീറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഞാൻ നമ്മുടെ റിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് കുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ റൈഹാനെ വിളിച്ചുണർത്തിയത്. അപ്പം നമ്മുടെ റിച്ചുവിന് ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു. മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുടിയൊക്കെ ചീകി കൊടുത്തു, ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് കൊടുത്തു, ഇച്ചിരി സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗിനകത്ത് ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഹോംവർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുതാൻ എടുത്ത് കൈ കൊടുത്തതാണ്. അപ്പോൾ അവിടെ ഇരുന്ന് എഴുതുവാണ് ആൾ. നമ്മുടെ റൈഹാൻ റെഡിയായി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തിട്ട് സ്പ്രേ ഒക്കെ അകത്ത് കൊണ്ടുവച്ചിട്ട് നമ്മുടെ റിച്ചുവിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ റിച്ചു കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ബാക്കി അപ്പം 3 ലൈനും കൂടെ എഴുതാനുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഒന്ന് എഴുതി കൊടുക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ട, ടീച്ചർ വഴക്ക് പറയും, സ്വന്തമായിട്ട് എഴുതി പഠിക്കണമല്ലോ. അപ്പം ഞാൻ പറയുവാണ് പെട്ടെന്ന് എഴുതൂ, 3 ലൈനും കൂടെ അല്ലേ ഉള്ളൂ, എളുപ്പമാണ്, ബാക്കി ഇത്ര എഴുതിയില്ലേ. അപ്പോൾ ആ 3 ലൈൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടി അടുത്ത് വന്ന് ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ റയാനും റിച്ചു സ്കൂളിൽ പോകുന്നത് കണ്ടിട്ട് നമ്മുടെ പൂച്ചക്കുട്ടി വാപ്പാടെ വണ്ടിയുടെ സൈഡിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പൂജയിട്ട് താഴോട്ടൊരു വര 90 വണ്ടി എടുത്ത് പോയിട്ട് കീഴി കയറുള്ളൂ. വാങ്ങി അപ്പം നമ്മുടെ റിച്ചുവിനെ റയാനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ബാക്കിയുള്ള പരിപാടി ഉണ്ടല്ലോ, അടിക്കൽ, തൂക്കൽ, വാരൽ, തുണി കഴുകൽ, അതെല്ലാം കഴിഞ്ഞ് ലോഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നിട്ട് ഒരു വൈകുന്നേരം 4 മണി ആയപ്പോഴത്തേക്ക് നേരെ നമ്മുടെ സ്റ്റോർ റൂമിൽ പോയി കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് മുട്ടക്കറിയും ഒറോട്ടിയാണ് കേട്ടോ. അപ്പം കുറച്ച് മുട്ട എടുത്ത് പുഴുങ്ങാനായിട്ടിടാമെന്ന് വിചാരിച്ചു. അപ്പം മുട്ടയൊക്കെ എടുത്തു, കലത്തിനകത്ത് കുറച്ച് വെള്ളവും മുട്ടയൊക്കെ എടുത്തിട്ട് നമ്മുടെ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ട് നമുക്ക് മുട്ടയങ്ങ് പുഴുങ്ങാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് നേരെ പോയത് നമ്മുടെ സവാളയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയല്ല നമ്മുടെ വെളുത്തുള്ളിയുടെയും സവാളയുടെയും ഇഞ്ചിയുടെയൊക്കെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ബാക്കിയെല്ലാം നമുക്കൊന്ന് ചെറുപറാന്നൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെയല്ലല്ലോ, സവാള ഗിരി എന്നല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് തൊലി ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം വേണം നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ. പിന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഭയങ്കര തട്ടലും മുട്ടലും പോലുള്ള സൗണ്ട് കാണാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ അടുത്ത വീട് പണി നടക്കുന്നതിൻ്റേതായ കുറച്ച് സൗണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മളിനി തേങ്ങ ഒന്ന് തിരുമ്മി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിന്ന് മുട്ടക്കുറുമ കറി വെക്കത്തില്ലേ, അങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പതിയെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. കറി വെക്കുന്നത് ഞാനല്ല കേട്ടോ, ഉമ്മയാണ്. അപ്പോൾ ഉമ്മ ഏതോ ഒരു കുറുമ പോലെയാണെന്ന് തോന്നുന്നു വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തേങ്ങ ഒക്കെ തിരുമ്മി അത് മാറ്റി സെറ്റാക്കി വെച്ച് നമ്മുടെ സവാളയൊക്കെ ഉള്ളത് അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ പോയത് ഒറോട്ടി ചുടാനാട്ടോ. അപ്പോൾ നമ്മുടെ ഒറോട്ടി ചുടുന്ന പാത്രം നമ്മൾ അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ട് ഞാൻ നമ്മുടെ റോട്ടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് ഇതാക്കുക കേട്ടോ. നമ്മൾ ഒരു സൈഡ് ഇട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റോട്ടി കരിഞ്ഞു പോകും. അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് വേണം ഓരോന്നോരോന്നായിട്ട് ചുട്ടി പാത്രത്തിലോട്ട് മാറ്റി വെക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഈ വോയിസ് കൊടുത്തു കഴിയുമ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഞാൻ ചുട്ടിടുന്ന പാത്രം എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഒന്നും മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേണ്ട റോട്ടി നമ്മൾ മൊത്തം ചുട്ട് സെറ്റാക്കി മാറ്റി വെച്ചു. അപ്പോൾ ഇനി മുട്ടക്കറി വെക്കണ്ടേ, അതിനുള്ള തേങ്ങ ജാറിലോട്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഉരുളിക്കകത്ത് നമ്മൾ വെളിച്ചെണ്ണയും കടുകും ഇട്ടിട്ട് നമ്മൾ സവാളയും നമ്മൾ മുട്ട റോസ്റ്റിന് എടുക്കുന്ന പോലെയുള്ള എല്ലാ ഐറ്റംസും എടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയ്ക്കകത്ത് പെരിഞ്ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അത് നമ്മുടെ ഉരുളിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ പരിപാടിയൊക്കെ ഉമ്മ അവിടെ നോക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വൈകിട്ടത്തേക്കുള്ള ജ്യൂസിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ കുറച്ച് പഴവും നമ്മുടെ ഈത്തപ്പഴം, പിന്നെ ബദാം പരിപ്പ്, കുറച്ച് പിസ്ത, ഒരു ഹോർലിക്സ് അല്ല ബൂസ്റ്റ് കേട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഫ്രീസറിൽ നിന്ന് പാലെടുക്കാൻ പോയത് കേട്ടോ. അപ്പോൾ കട്ടിപ്പാലല്ലായിരുന്നു നമുക്ക് കിട്ടിയത്. കട്ടിയാകാൻ വേണ്ടി ഫ്രീസറിൽ കൊണ്ടുവച്ചതാണ്, പക്ഷേ ഫ്രീസായില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഫസ്റ്റിൽ തന്നെ. അപ്പോൾ നമ്മൾ ആ ഇട്ട സാധനങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. അത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചരുവത്തിലൊഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അടിയിൽ നമ്മുടെ ഈത്തപ്പഴവും ബദാമും അങ്ങനെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എല്ലാം ടേബിളിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ജ്യൂസ്, തണ്ണിമത്തങ്ങ, പഴം, പിന്നെ ബജ്ജി, ഈത്തപ്പഴം, നട്ട്സ്, വെള്ളം എല്ലാം ഞാൻ എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാനും റയാനും റിച്ചു ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നോമ്പ് കുറിക്കാൻ. അപ്പോൾ ഉമ്മായി ഇരിപ്പുണ്ട് അപ്പുറത്ത്. അപ്പോൾ ഉമ്മയുടെ വീഡിയോ എടുക്കുന്നത് ഫേസ് കാണിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാം അവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. വാങ്ക് കൊടുത്തിട്ട് വേണം നമുക്കിനി നോമ്പ് മുറിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നോമ്പ് മുറിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മക്കൾ നോമ്പ് മുറിക്കുന്നത് കാണാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് മുറിക്കത്തില്ല എന്നല്ല, നമ്മൾ നോമ്പ് മുറിക്കാനിരിക്കും, നമ്മുടെ മക്കൾ ഇങ്ങനെ നോമ്പ് മുറിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ. അപ്പോൾ വാങ്ക് കൊടുത്തു, നമ്മൾ ഈത്തപ്പഴം കഴിച്ചു, വെള്ളം കുടിച്ചു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോന്നോരോന്ന് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.